CJPയുടെ അജിറ്റേഷൻ, അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി കീഴടങ്ങുന്നു. അമിത്ഷാ പൂർണ്ണമായിട്ടും വെടിതീർന്നു പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, BJPയുടെ ക്യാമ്പുകൾ, പ്രത്യേകിച്ച് RSS, ഹാർഡ് കോർ ആയിട്ടുള്ള തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളുണ്ട്, VHP, അത് ഇത്, പല ഗ്രൂപ്പ്, ബജറാംഗ് ദൾ, അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത ഗോദി മീഡിയ, ഇവരെല്ലാം ഇന്ന് വളരെയധികം അപമാനത്തിലും കരച്ചിലുമാണ്. അപ്പോൾ അവരുടെയൊക്കെ ചില വീഡിയോസും അവരുടെയൊക്കെ ചില കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഹിന്ദിയിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, എന്തുകൊണ്ട് CJP അതിനെ വെടിവെച്ചില്ല, പോലീസ് പാരാമിലിറ്ററി ഫോഴ്സ് എന്തുകൊണ്ട് വെടിവെച്ചില്ല, എന്തുകൊണ്ട് ലാത്തി ചാർജിൽ മാത്രം ഒതുക്കി, വെടിവെച്ച് ഇവരെ അങ്ങ് കൊല്ലണമായിരുന്നു. അപ്പോൾ അതുമായി അതിനെപ്പറ്റി ബാക്കി ഞാൻ പറയാൻ. അപ്പം ഇതിന് മുമ്പൊരു സന്ദർഭം ഉണ്ടായി, ഏകദേശം 1.5 വർഷം മുമ്പ്. ഫാൽഗാമിൽ ഇന്ത്യക്കാരെ ടെററിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. പേരെടുത്ത് പറഞ്ഞ, അതായത് മുസ്ലിങ്ങളുള്ളവരെ മാറ്റി നോക്കി മറ്റുള്ളവരെ വെടിവെച്ചു കൊന്നു. ആ സമയത്ത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, പാകിസ്ഥാനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യണം, ഇപ്പോൾ പാകിസ്ഥാനിൽ ബോംബ് ചെയ്യണം, ഇപ്പോൾ പോയി കാശ്മീർ പിടിച്ചെടുക്കണം, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീർ പിടിച്ചെടുക്കണം, ഇപ്പോൾ യുദ്ധത്തിന് പോകണം. ഇതേപോലെ ഗോദി മീഡിയയും തീവ്ര RSSും അവർ സോഷ്യൽ മീഡിയയിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ പ്രൊഫഷണൽ ആർമി ഉള്ള ഗ്രൂപ്പാണ്, രാജ്യമാണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സൈനിക സഹായങ്ങളും സാറ്റലൈറ്റ് സഹായങ്ങളും മുഴുവനും ചെയ്യുന്നത് ചൈനയാണ്. ചൈന ഈ സന്ദർഭത്തിലും പാകിസ്ഥാനെ സഹായിക്കും. പോകരുത്. വളരെ ചിന്തിച്ച് ആലോചിച്ച് സമയമെടുത്ത് ഹോംവർക്ക് ചെയ്തിട്ടേ തീരുമാനമെടുക്കാവൂ. ഉറപ്പായിട്ടും ചില സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഡിഫൻസ് ഓഫീഷ്യൽസും പറഞ്ഞു, പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. അതല്ല, മോദി ചാടിക്കയറി തീരുമാനമെടുത്തു, പെട്ടെന്ന് പോയി അടിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ 7 എണ്ണം അങ്ങ് പോയി. ഇന്ത്യയുടെ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു, ഇന്ത്യക്കും അടി കിട്ടി. അങ്ങോട്ട് അടിക്കാൻ പോയി ചൊറിഞ്ഞു, നാശമായിട്ട് തിരിച്ചെങ്കി പോകുന്നു. ഗ്ലോബലായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു. അതിൻ്റെ ഡാമേജ് കൺട്രോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് എടുത്ത് ചാടിയതാണ്. അപ്പം അതേപോലെയാണ് ഇപ്പോഴും ഈ തീവ്ര ഹിന്ദു ഗ്രൂപ്പ് പറയുന്നത്, ഇപ്പോഴ് അവരെ വെടിവെച്ച് കൊല്ലണം. ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള സ്റ്റുഡൻസ് അവരെ വെടിവെച്ച് കൊല്ലണം. CJP അവരെ വെടിവെച്ച് കൊല്ലണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒറ്റ കാര്യത്തിൽ 2-3 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന, അവിടെ അവരെ അനുകൂലിക്കുന്ന ഗോദി മീഡിയയുണ്ട്, അവരെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയയുണ്ട്, അതേപോലെ അവരെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗമുണ്ട്. അവിടെ അൺറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, 1500 മുതൽ 1700 പേരെയാണ് വെടിവെച്ച് കൊന്നത്. മനസ്സിലാക്കുക, 1500 മുതൽ 1700 പേരെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടോ? ഇത്രയും പേരെ പോലീസുകാരെയും പട്ടാളത്തെയും ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നിട്ട് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടോ? എൻ്റെ ചോദ്യമാണ്. ഈ മരമണ്ടൻ ഉണ്ണാക്കികളോട് ചോദിച്ചു കൊടുക്കണം, ഇത്രയും പോലീസിനെ ഇറക്കി, ഇത്രയും പട്ടാളത്തെ ഇറക്കി അവരെ വെടിവെച്ചിട്ട് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടോ? അവർ നാട് വിടേണ്ടി വന്നു. ഇന്നും അവർ ഡൽഹിയിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവരുടെ മന്ത്രിമാരുടെ വീടുകൾ, അവരെ സപ്പോർട്ട് ചെയ്തവരെ മുഴുവനും തിരിച്ചു കൊന്നു. ആദ്യം ഈ പറയുന്നത് ശാഖയല്ല ഇന്ത്യ. ഈ ശാഖയിൽ ഈ മുഷ്ടി ചുരുട്ടി വടി കറക്കുന്നതല്ല ഇന്ത്യ. ശാഖയല്ല ഇന്ത്യ. ശാഖയിൽ വരുന്നവർ മാത്രമല്ല ഇന്ത്യക്കാർ. ശാഖയിൽ വരുന്നത് വളരെ തുച്ഛമായിട്ട് ആൾക്കാരേ ഉള്ളൂ. ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ
ഏകദേശം 50-60% സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. ഇന്ത്യയിലെ ഹാർഡ് കോർ ഹിന്ദുത്വം എന്ന് പറയുന്നത് 1% താഴെ ഉള്ളൂ. അവർ പോലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇതാണ് പ്രശ്നം. നേപ്പാളിൽ ജൻസി പ്രക്ഷോഭമുണ്ടായി. നല്ല ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയായ അയാൾ ഏകദേശം അവിടെ 77 പേരെ വെടിവെച്ചു കൊന്നു. പിന്നീട് അവിടെ എന്താ ഉണ്ടായത്? അവിടെയും പോലീസും പട്ടാളവും ഒക്കെ ഇറങ്ങി വെടിവെച്ചു കൊന്നു. പിന്നീട് അവിടെ തിരിച്ചുണ്ടായി. ആദ്യം മനസ്സിലാക്കുക, ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. പോലീസ് വല്ലതും 10-15 ആൾക്കാരെ ഇൻ കേസ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് നടത്തിയവരെ വെടിവെച്ച് കൊന്നാൽ ആദ്യം മരമണ്ടന്മാരെ മനസ്സിലാക്കുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കർഫ്യൂ ഉണ്ടാക്കി വെടിവെച്ചു. അടുത്ത സ്റ്റേജ് എന്തുവാ? അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കുപ്പികളിൽ പെട്രോൾ കൊണ്ടുവന്ന് പോലീസിനെ എറിയും, പോലീസ് സ്റ്റേഷനറിയും, റെയിൽവേ സ്റ്റേഷനറിയും, പാർലമെന്റിനെ എറിയും, 4 ചുറ്റിനും എറിയും. ഡൽഹി കത്തിയങ്ങ് പോവും. അത് മരം ഉണ്ണകളായിമാര്. ഇത് ഇന്ത്യയിലങ്ങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചോ? പിന്നെ പോലീസിനെ അവിടെ വെടിവെക്കാൻ അവൻ്റെ ആസനത്തിലല്ലേ തീ എടുത്ത്? അവൻ തീ കത്തി ഓടുവോ? ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ടുണ്ട്, ഈ കലാപങ്ങൾ. എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും അങ്ങ് പടരും. ചുമ്മാ വെറുതെ വിഡ്ഢിത്തരം പറയരുത്. ഇതൊക്കെ പറയുന്നവൻ നേരെ നിന്ന് ഒരു വളി വിടാൻ പോലും ആരോഗ്യമില്ലാത്തവനാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും അമിത്ഷായ്ക്ക് അറിയത്തില്ലേ ഇതൊക്കെ ചെയ്യണമെന്ന്? ഇത് മോദിക്ക് അറിയത്തില്ലേ? ഇത് BJPയുടെ ലീഡർഷിപ്പിനും അവരെ അഡ്വൈസ് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സിനും പോലീസുകാർക്കും അറിയത്തില്ലേ? അവരുടെ മുമ്പിൽ ഓപ്ഷനുണ്ട്. എന്തുകൊണ്ടാണ് ഫയർ ചെയ്യാത്തത്? ഫയർ ചെയ്താൽ അവർക്കറിയാം, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. 166 ഒക്കെ പോകെ കർഫ്യൂ വെച്ചിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യമാണ്. ഡൽഹിയിൽ ഇത്രയും പേരെങ്ങനെ കയറി? അതിനെപ്പറ്റിയാണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. ഇത്രയും പേരെങ്ങനെ ഡൽഹിയിൽ വന്നു? ഇതാണ് പഠിക്കേണ്ട ഒന്നാമത്. നിങ്ങൾ പറഞ്ഞല്ലോ ഫോറിൻ ഫണ്ടിങ് ആണ്. ഗവൺമെൻറ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞല്ലോ. ഒരു ഫോറിൻ ഫണ്ടിങ്ങും ഇല്ല. പിന്നെ പറഞ്ഞു ഒത്തിരി മുസ്ലിംസ് ഗൾഫിൽ നിന്ന് മലയാളികൾ ഒത്തിരി പേര് സഹായിച്ചു. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ആഹാരം കൊടുത്തു. അത് ഇന്ത്യക്കാരാണ്, അവരുടെ സഹോദരങ്ങളാണ്. അതിനകത്ത് ജാതിയും മതവും വർഗീയതയൊന്നുമില്ല. അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു. എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ വെള്ളവും ആഹാരവും കൊടുത്തു. എനിക്കറിയാവുന്ന എത്രയോ പേര് പോയിട്ട് എത്രയോ കാത്തലിക്സ് കൊടുത്തു, ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് കൊടുത്തു. എത്രയോ പേര് പങ്കെടുക്കാൻ പോയി. കാരണം എല്ലാവരുടെയും വീടുകളിലെ കുട്ടികളുടെ പ്രശ്നമാണിത്. അതാണ് ഈ സംഭവം. അപ്പം അവരൊക്കെ വെറുതെ ഇരിക്കൂ? ഈ മൂവ്മെൻ്റ് അങ്ങ് കത്തിപ്പട്ടണത്തിൽ എന്താണ് ഇവർക്കുണ്ടായ പ്രശ്നം? ഈ പറയുന്ന ഹാർഡ് കോർ ഈ RSSകാർക്കും തീവ്രവാദികൾക്ക്, തീവ്ര ഹിന്ദു ഗ്രൂപ്പിനുണ്ടായ പ്രശ്നം, അവരുടെയൊക്കെ സംഭവമായിരുന്ന ഗോദി മീഡിയയ്ക്ക് അടി കിട്ടി. ശരിക്കും അടി കിട്ടി. ഇവർക്ക് പലയിടത്തും അടി കിട്ടി. രണ്ടാമത് ഇതിനെ തടയാൻ പോയ തീവ്ര ഗ്രൂപ്പുകൾ, അവന്മാർക്കും അടി കിട്ടി. ഇതാണ് കാര്യം. എന്നിട്ട് അവസാനം ഗവൺമെൻറ് പോയി സറണ്ടർ ചെയ്തു. ഇതിവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അല്ലാതെ ഗവൺമെൻറ്റിന് മുമ്പിൽ വേറെ വഴിയില്ല. CJP അൾട്ടിമേറ്റം കൊടുത്തു 72 hours. മോദിക്കറിയാം, മോദിക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ത്യ മോദിക്കെതിരെ ഇത്രയും മൂഡ് ഓഫ് ദി നേഷൻ വളരെ ക്ലിയറാണ്. മോദിക്കെതിരെ തിരിയുകയാണ്. മോദിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മോദിയെ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? അവനെതിരെ തിരിയും. അടുത്ത വല്ലതും പ്രക്ഷോഭം ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഈ ഗോദി മീഡിയയുടെ ഓഫീസുകളായിരിക്കും. ഇത് ബംഗ്ലാദേശിൽ സംഭവിച്ചു, ഇത് നേപ്പാളിൽ സംഭവിച്ചു. ഈ പറയുന്ന പല അർണബ് ഗോസ്വാമി ആണെങ്കിലും സുധീർ ചൗധരി ആണെങ്കിലും 40 പോലീസുകാരുടെ സെക്യൂരിറ്റിയോട് Y+ കാറ്റഗറിയോടുകൂടിയാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവന്മാരെക്കാളും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഞാൻ. തെഹൽക്ക, നാരദ, അതേപോലെ തന്നെ ബോംബെയിൽ ബാൽ താക്കറെക്കെതിരെ, പളനിസ്വാമിക്കെതിരെ. എനിക്ക് ഇതേപോലെ സെക്യൂരിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്ന
ഞാൻ റെഫ്യൂസ് ചെയ്തത്. ഈ നടന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുമുണ്ട്. കാരണം ഞാൻ ബയസ്ഡ് അല്ല, ഇത് ബയസ്ഡ് ആണ് സംഭവം. അതതിൻ്റെ കാര്യം. കാരണം ആളുകൾക്കറിയാം നിങ്ങൾ ഇന്ത്യക്കാരെ മണ്ടന്മാരൊന്നും ആക്കരുത്. ഇന്ത്യക്കാരെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചവരാണ് BJP RSS. അവർക്ക് കിട്ടിയ അടിയായത്. തോക്കെടുക്കോ, വെടിവെക്കുവോ, കൊല്ലുക, പറയുമ്പോൾ എത്ര സിമ്പിളായി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ BJP RSSനെ മോദിക്കും ഇന്ത്യയിൽ പുറത്തു പോയി. അവർ പിന്നെ ഇന്ത്യയെ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല വെടിവെച്ചിരുന്നുവെങ്കിൽ. ആ മോബിനെതിരെ ആംഗ്രി ഇന്ത്യൻസായി. കാരണം അവരുടെ ഹോപ്പെല്ലാം കഴിയുന്നു. മുഴുവനും കള്ളത്തരത്തിലും കപടതയിലും പോകുന്നു. പാഠം പഠിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. ഗത്യന്തരമില്ലാതാണ് രാജിവെച്ചത്. മോദിക്കതേ രാജിയില്ല എങ്കിൽ മോദി തെറിക്കുമെന്നറിയാം, അമിത്ഷാ തെറിക്കുമെന്നറിയാം. അതിൻ്റെ പേരിലാണ് രാജിവെച്ചത്. കാം ഡൗൺ ചെയ്യുക. അതിൻ്റെ പേരിലാണ്, രക്ഷയില്ലാതാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് മോദി കയറി വന്നത്. അല്ലെങ്കിൽ വലിയ സ്റ്റൈലായിട്ട് പ്രഭാഷണങ്ങൾ നടത്തും, ടെലിപ്രോംപ്റ്റിംഗ് നടത്തുന്നയാൾ സെൽഫിയിൽ വന്ന് പറയുക. അവിടെ വരെ എത്തി. ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു മോദി വളരെ താമസിക്കാതെ പത്രസമ്മേളനം വിളിക്കാൻ തുടങ്ങും. ആ പഴയ മോദിയൊക്കെ പോയി. RSSൻ്റെ വെടി തീരാൻ പോവുകയാണ്. കാരണം ന്യൂ ജനറേഷൻ RSSനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ. ന്യൂ ജനറേഷൻ ഈ പറയുന്ന ജാതിയും മതവും ഒന്നുമില്ല. നിങ്ങൾ ഹിന്ദുത്വവും ചാണകവും പശുവുമായിട്ട് നടന്നു, പക്ഷെ നിങ്ങളെ എതിർക്കും. നിങ്ങൾ അവരെ ബുൾഡോസ് ചെയ്യാൻ പോകുന്നു എന്ന തോന്നൽ വന്നാൽ അവരെല്ലാവരെയും എതിർക്കും. അവർ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതാണ് അവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് മുന്നിൽ വരുന്നവനെ അവൻ തകർത്ത് കളയും. അല്ലാതെ വെടിവെക്കുക, കൊല്ലുക, മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ മറക്കരുത്. അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് തന്നത്. അതേപോലെ ഇന്ത്യക്കാരൻ ചെറുപ്പക്കാരൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി കളിച്ചു കഴിഞ്ഞാൽ, അങ്ങോട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ കണ്ടതാ എന്തുവാ ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ കയറിയതാണ്. വലിയ സമയമൊന്നും ആയിട്ടില്ല. എന്താണ് ഇന്നത്തെ സ്ഥിതി മനസ്സിലായി. ശിവൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ്, അവിടെ ഉണ്ടായ സംഭവം എന്തുവാന്ന് കണ്ടത്. പാറ്റ്നയിൽ BJP നേതാക്കൾക്കും MLA-മാർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. RSSകാരനൊക്കെ ഓടും അവിടുന്ന്. ഇത് RSSൻ്റെ ഏറ്റവും സ്ട്രോങ് ആയുള്ള സ്റ്റേറ്റാണ്. എവിടെ പോയി RSSും BJPയും? പാറ്റ്നയിൽ, ബീഹാറിൽ. ഇതാണ് ചോദ്യം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യമല്ല. ഇത് സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ശാഖയുമല്ല ഇന്ത്യയിൽ എല്ലാ ജാതിയും മതവും പല ഭാഷയും എല്ലാം കൂടെ ചേർന്ന് പോകുന്നൊരു രാജ്യമാണ്. അവനെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിന്നെ തീർത്ത് കളയും. അതിൻ്റെ തെളിവുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിനടുത്ത് ശ്രീലങ്ക, അതേപോലെ തന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ അടുത്ത് കാണുന്ന. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയിൽ അൺട്രസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ മോദി കംപ്ലീറ്റ് ആയിട്ട് മാറിക്കണം. സംഘപരിവാറിൻ്റെ കെട്ടുപാടുകൾ അയാൾ പൊട്ടിച്ചിരിക്കണം. എൻ്റെ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം എന്താണ് പ്രധാന പറ്റിയ പ്രശ്നം, എന്താണ് സംഘപരിവാറിന് പറ്റിയ ഇഷ്യൂ, എവിടെയാണ് മോദിക്ക് പാളിയത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ.